إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അന്ത്യശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഫിത്തനകൾ നിറഞ്ഞ ഈ ലോകത്ത് ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്ത് അൻ-നഹ്ലിലുള്ള 116-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഓതിവെച്ചിട്ടുള്ളത്. വിജ്ഞാനം സമ്പാദിക്കുക, ശർഈയായ ഇൽമ് പഠിക്കുക, അതിന്റെ പ്രാധാന്യം എത്ര പറഞ്ഞാലും അധികമാവുകയില്ല. നമ്മൾ ഒരുപാട് കേട്ടു ശർഈയായ ഇൽമ് പഠിക്കുന്നതിന്റെ പ്രാധാന്യത്തെപ്പറ്റി. ഒറ്റക്കൊറ്റക്ക് ചോദിച്ചാൽ എല്ലാവരും പറയും ശരിയാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, ശർഈയായ ഇൽമ് പഠിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ നിങ്ങളിത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ, നിങ്ങൾ എന്ത് പഠിച്ചു? നിങ്ങൾ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ പഠിക്കാൻ വേണ്ടി എത്ര സമയം നീക്കിവെച്ചു? നിങ്ങളിപ്പോൾ സ്ഥിരമായി വല്ലതും പഠിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ആവശ്യമായ ഹറാമ് ഹലാലുകളെപ്പറ്റി, നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളെപ്പറ്റി നിങ്ങൾക്ക് വല്ല ധാരണയുമുണ്ടോ? മുമ്പത്തേതിനേക്കാൾ വല്ല അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായ അറിവൊന്നും കിട്ടിയിട്ടില്ല. പഠിക്കണം എന്ന് വിചാരമുണ്ട്, പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയാന്നല്ലാതെ പ്രായോഗിക തലത്തിലേക്ക് അതിനെ കൊണ്ടുവരുന്നതിൽ നമ്മുടെ ആളുകൾ വളരെ ബാക്കിലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. എല്ലാവർക്കും ഇൽമ് സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മതപ്രഭാഷണ പരിപാടി ഉണ്ടെങ്കിൽ അവിടെ പോയി ഇരുന്ന് കുറച്ചേരം ഇരുന്ന് ഇടയ്ക്കൊന്ന് ചായ പിടിക്കാൻ പോയി, പിന്നൊന്ന് വന്നിരുന്ന് കുറച്ചൊന്ന് കേട്ട്, അല്ലെങ്കിൽ വാട്സപ്പിലോ മറ്റോ വരുന്ന പ്രസംഗം ഒരു 10 മിനിറ്റ് കേട്ട്, പിന്നെ എന്തെങ്കിലും ഫോൺ വന്ന് പിന്നെ എപ്പോഴേലും ഒരു 10 മിനിറ്റ് കേട്ട്, ഇതൊക്കെയാണ് വലിയ വിജ്ഞാന സമ്പാദനമായിട്ട് ആളുകൾ കാണുന്നത്. വാസ്തവത്തിൽ അങ്ങനെയാണോ വേണ്ടത്? വിജ്ഞാന സമ്പാദനം എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. ശർഈയായ ഇൽമ് അന്വേഷിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെ പേരും ബാധ്യതയുള്ള ഫർളായ കാര്യമാണ്. മാത്രമല്ല, അതിന് അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞിട്ടുള്ള പ്രാധാന്യം, അതിന്റെ കൂലി, അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതിന്റെ നിബന്ധനകൾ അനുസരിച്ച് അത് പാലിക്കുക തന്നെ വേണം. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമുള്ളവരെയും ഈമാനുള്ളവരെയും അള്ളാഹു പല പദവികൾ ഉയർത്തുന്നതാണ്. ആ ഉയർച്ച എനിക്കും നിങ്ങൾക്കും കിട്ടണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി മെനക്കെടുക തന്നെ വേണം. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉലമാക്കൾ മാത്രമാണ്, ആലിമുകൾ മാത്രമാണ്. ഇൽമ് നേടി എത്ര കണ്ട് ഇൽമ് നേടുന്നോ അതിനനുസരിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭക്തിയും ഭയവും നമുക്ക് കൂടിക്കൂടി വരണം. നമുക്ക് ഭയം കുറയുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല എന്നതാണ്. നമ്മൾ മുസ്ലിമായി ജനിച്ചു, മുസ്ലിം കുടുംബത്തിൽ വളർന്നു, മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി.
അവിടെ നിന്ന് കിട്ടുന്ന എന്തൊക്കെയുണ്ടോ അതങ്ങനെ തലമുറയായി നമ്മളൊക്കെ മാപ്പിളാരാണ്, നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്, നമുക്ക് ഇങ്ങനെ ചില ആചാരങ്ങളുണ്ട്, നമുക്ക് മാണ്ടോടാണ്ട് ഇങ്ങനെ ചില ചടങ്ങുകളുണ്ട്, ഇതൊക്കെ പഠിച്ചങ്ങനെ പോവാന്നല്ലാതെ ഗൗരവപൂർവം ശരഈയായ നസ്സുകളിൽ നിന്ന്, കിതാബിൽ നിന്ന്, സുന്നത്തിൽ നിന്ന്, ഉലമാക്കളുടെ നാവിൽ നിന്ന് അത് പഠിച്ച് അങ്ങനെയാണല്ലേ, ഇത് ഞാൻ തിരുത്തേണ്ടതാണല്ലോ, ഇന്നു മുതൽ ഞാൻ മാറ്റം വരുത്തേണ്ടതാണല്ലോ എന്ന നിലക്കൊരു മാറ്റം നമ്മുടെ ആളുകളിൽ കാണുന്നില്ല എന്നത് വളരെ ഖേദകരമായ വസ്തുതയാണ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. മൻ സലക തരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ സഖലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ഇൽമു സമ്പാദിക്കുന്ന ഒരു മാർഗത്തിൽ ഒരാൾ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള അയാളുടെ വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നു. എത്ര വലിയ വാഗ്ദാനമാണത്! സ്വർഗത്തിലേക്കുള്ള വഴിയാണല്ലോ ഏറ്റവും പ്രയാസകരമായ വഴി, അല്ലേ? ഏറ്റവും ദുർഘടമായ പാത സ്വർഗത്തിലേക്കുള്ള പാതയാണ്. ആ പാത നമുക്ക് എളുപ്പമാക്കി തരിക എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ വാഗ്ദാനമാണ്. പക്ഷെ നമ്മൾ ആ മാർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും വാട്സപ്പിൽ ഒരു 10 മിനിറ്റ് കേട്ട് ഏതെങ്കിലും പ്രഭാഷണത്തിന് പോയി തല കാണിച്ചു പോന്ന് അതുകൊണ്ടായോ? നമ്മൾ നിത്യജീവിതത്തിൽ പാലിക്കേണ്ട ഫർദ് ഐൻ എന്ന് പറഞ്ഞിട്ടുള്ള, ഓരോ വ്യക്തിയും നിർബന്ധമായും പഠിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ ആളുകൾക്ക് അറിഞ്ഞുകൂടാ. ഫാത്തിഹ സൂറത്ത് തെറ്റുകൂടാതെ ഓതാനറിയാത്ത ആളുകൾ, മുസ്ഹഫ് എടുത്തിട്ട് റമളാൻ മാസത്തിൽ പോലും ഒരു ഖത്തം തീർക്കണമെങ്കിൽ മുസ്ഹഫ് മുഴുവൻ ഓതണ്ടേ? ഓതാനറിയില്ല. അറിയില്ലെന്ന് പറയാൻ അയാൾക്ക് മടി. വർഷങ്ങൾ കടന്നു പോകുന്നു, ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയാൻ ഇപ്പോൾ അയാൾക്ക് മടി. പ്രായമേറിയായി, മക്കളായി, മക്കൾക്ക് മക്കളായി, ഇനി ഞാനെങ്ങനെ പഠിക്കും എന്ന ലജ്ജയും അയാളെ പിന്നാലെയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിലൊരു മാറ്റം വന്നില്ലെങ്കിൽ പിന്നെ ഇതാണ് യഥാർത്ഥത്തിൽ യാഥാസ്ഥികത്വം എന്ന് പറയുന്നത്. എന്താ യാഥാസ്ഥികത്വം എന്ന് പറഞ്ഞാൽ ഏത് സ്ഥിതിയാണോ അതങ്ങനെ തന്നെ കൊണ്ടുപോവുക, ഒരു മാറ്റവും വരുത്താൻ തയ്യാറില്ല. അവർക്ക് യാഥാസ്ഥികരാണ് എന്ന് പറയും നമ്മള്. നമുക്കില്ല ഇങ്ങനത്തെ ചില യാഥാസ്ഥികത്വങ്ങൾ. മുമ്പേ ശീലിച്ചു പോകുന്ന ശീലങ്ങൾ മാറ്റിയെടുക്കാനോ, മുമ്പേ നമ്മൾ പറഞ്ഞു പോകുന്നതും മനസ്സിലാക്കിയും പോകുന്ന രീതികൾ മാറ്റിയെടുക്കാനോ നമ്മൾ തയ്യാറില്ലെങ്കിൽ നമ്മളും ഒരു തരത്തിൽ യാഥാസ്ഥികർ തന്നെയാണ്. മലക്കുകൾ അവരുടെ ചെലവുകൾ താഴ്ത്തി വെച്ചു കൊടുക്കുന്ന പറയുന്നത് ആർക്ക്? താലിബുൽ ഇൽമിന്, ഇൽമ നേടുന്ന ആൾക്ക്. അയാൾ പ്രവർത്തിക്കുന്നതിൽ മലക്കുകൾക്കുള്ള തൃപ്തി കാരണം റിളം ബിമാ സനഅ റിളം ബിമാ യസ്നഉ എന്ന് മാത്രല്ല, ഇൽമ നേടുന്ന ആൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും. മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാവരും, മലക്കുകളും ജിന്നുകളും എല്ലാവരും എന്ന് മാത്രമല്ല, വൽ ഹീതാൻ ഫീ ജൗഫിൽ മാ, വെള്ളത്തിനടിയിലുള്ള മത്സ്യങ്ങൾ പോലും നമ്മൾ ഇൽമ നേടുന്നവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും. തീർന്നില്ല. വഇന്ന ഫളൽ ആലിമി അലൽ ആബിദി കഫളൽ ഖമരി ലൈലത്തുൽ ബദർ അലാ സായിരിൽ കവാകിബ്. ഇൽമ നേടുന്നവനും അവന് ഇബാദത്തെടുക്കുന്നവനേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ഒരറിവുമില്ല, കുറേ അങ്ങനെ ഇബാദത്തെടുക്കും. അങ്ങനെ അറിവില്ലാതെ ഇബാദത്തെടുക്കുന്ന ആളെക്കാളും അറിവ് നേടുന്ന ആൾക്കുള്ള പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന രാത്രിയിലെ പൂർണ്ണചന്ദ്രനും അന്നത്തെ മറ്റ് നക്ഷത്രങ്ങളൊക്കെ പൂർണ്ണചന്ദ്രൻ ഉദിച്ചാൽ എന്തായി? മങ്ങിപ്പോയി. പിന്നെ അതിൽ നിന്ന് ലൈറ്റ് കാണൂല. അതാണ് ആലിമിന്റെയും ആബിദിന്റെയും പ്രത്യേകത. ആലിം പൂർണ്ണചന്ദ്രനെ പോലെയാണ്. ഇബാദത്ത് മാത്രം എടുത്ത് ഇൽമൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ അവനെന്തായി? അവൻ ആ മറ്റു നക്ഷത്രങ്ങളെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന് പറയുന്നത്. ഇൽമു നേടുന്നവർ, ഉലമാക്കൾ അംബിയാഇന്റെ പിന്മുറക്കാരാണ്. എന്താണ് അംബിയാ ഇവിടെ വിട്ടേച്ചു പോയിട്ടുള്ളത്? അംബിയാഇന്റെ അനന്തരാവകാശികളാണെന്നാ പറഞ്ഞിട്ടുള്ളത്. എന്താണ് അവർ അനന്തരാവകാശമായി വിട്ടുപോയിട്ടുള്ളത്? വഇന്നൽ അംബിയാ അലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, അവർ സ്വർണ്ണ നാണയവും വെള്ളി നാണയവും അല്ല ഇവിടെ അനന്തരമായി വിട്ടേച്ചു പോയിട്ടുള്ളത്. വഇന്നമാ വറസുൽ ഇൽമ, അവർ വിട്ടേച്ചു പോയിട്ടത് ഇൽമാണ്. ആരെങ്കിലും അത് സ്വീകരിച്ചാൽ അയാൾ സമ്പൂർണമായ ഓഹരിയാണ് അയാൾ നേടിയെടുത്തിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇത് നമ്മൾ കേട്ട ഹദീസ് തന്നെയാണല്ലോ. പെട്ടെന്ന് ആളുകളെ പ്രതികരണതാ കേട്ടിട്ട് കാര്യമുണ്ടോ സഹോദര? ഇത്രയും വലിയ വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ ഹദീസ് നമ്മൾ കേട്ടിട്ട് നമ്മളൊന്ന് ഇരിക്കാൻ തയ്യാറുണ്ടോ? ഒരു ക്ലാസ്സിന് വരാൻ തയ്യാറുണ്ടോ? ഒരാഴ്ചയിൽ 2 മണിക്കൂർ നിങ്ങളൊന്ന് വന്നിരിക്കും. ഇന്ന കിതാബ് പഠിപ്പിക്കുന്നുണ്ട്, നിശ്ചിത സമയം വെച്ച് നിങ്ങൾക്ക് നേരത്തെ പ്ലാൻ ചെയ്യാം. ഇന്ന ദിവസം ഇത്ര മണി മുതൽ ഇത്ര മണി വരെയാണ്. മറ്റെല്ലാ ശുഗലുകളും നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ടതിന് വരാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ നിങ്ങൾ വരുന്നില്ല. എന്താ കാരണം? അങ്ങനെ പഠിക്കണം എന്നൊന്നുമില്ല. നമ്മൾ മുൻഗാമികളൊക്കെ പഠിച്ചിട്ടാ? അയാൾ പഠിച്ചണോ, ഇയാൾ പഠിച്ചണോ, അയാൾ നേതാവായില്ലേ, ഇയാൾ നേതാവായില്ലേ, ഇയാൾക്കൊപ്പം പഠിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ
ഈ രൂപത്തിൽ ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് സുഹൃത്തുക്കളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ശർഈയായ ഇൽമു നേടുക എന്നത് അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ നമ്മുടെ ആളുകൾ ഇന്നും വളരെ പിറകിലാണ് എന്ന ദുഃഖ സത്യം അത് പറയാതിരുന്നിട്ട് കാര്യമില്ല. പറഞ്ഞും ഒരാൾക്കെങ്കിലും ഒന്ന് തിരിഞ്ഞെങ്കിൽ അതായില്ലേ. എത്ര തവണ ഇത് പറയാ, എത്ര തവണയാ ക്ലാസ്സിന് വരുന്നെന്ന് പറയാ. കല്യാണം വിളിക്കും പോലെ വിളിച്ചാൽ പോലും ആളുകൾ ആ സമയത്ത് ഊരിപ്പോയിക്കളെ. കാരണം അവന്റെ മനസ്സ് തട്ടിയിട്ടില്ലത്. ഞാനിതിന് പോകേണ്ടതാണ്, ഞാനിത് പഠിക്കേണ്ട ആളാണ്, ഇതിന്റെ ബാധ്യതയാണ്. ഒരു പള്ളിയിൽ ക്ലാസ് വെച്ചിട്ട് ക്ലാസ് എടുക്കാൻ ആള് വന്നിട്ട് എന്നെ ക്ഷണിച്ചിട്ട് കല്യാണം വിളിക്കും പോലെ വിളിച്ചിട്ട് ഞാൻ പോയില്ലെങ്കിൽ എന്റെ റബ്ബിന്റെ അടുക്കൽ ഞാൻ മറുപടി പറയേണ്ടവനാണ് എന്ന് ഓന്റെ കൽബിക്ക് കിടക്കണ്ടേ? കിടന്നാലല്ലേ അതുകൊണ്ട് കാര്യമുള്ളൂ. എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ എന്ത് പറയാനുണ്ട്? പഠിക്കേണ്ടതാണ്, അതുകൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, സങ്കടം കൊണ്ട് പറയുകയാണ്, ഒരുപാട് ആളുകൾ ഇപ്പോഴും ഞാനിതിന്റെ ആളാന്ന് പറഞ്ഞ് നടക്കുന്നല്ലാതെ ഒരു ക്ലാസ്സിന് പോലും വരാൻ തയ്യാറില്ല, ഒരു വിഷയവും പഠിക്കാൻ തയ്യാറില്ല, ഒരു ദിക്റും പഠിക്കാൻ തയ്യാറില്ല, ഒരു സൂറത്ത് ഹിഫ്ളാക്കാൻ തയ്യാറില്ല. പിന്നെന്താ അതുകൊണ്ട് കാര്യം? എന്താണ് പിന്നെതുകൊണ്ട് കാര്യം സുഹൃത്തുക്കളെ? അതുകൊണ്ട് ഞാൻ വളരെ സങ്കടത്തിൽ പറയുകയാണ്, സലഫുകളുടെ മാർഗം സ്വീകരിച്ചവർ എന്നാണ് നമ്മൾ നമ്മളെക്കുറിച്ച് അഭിമാനപൂർവ്വം പറയുന്നത്. സലഫുകളുടെ തലബുൽ ഇൽമിന്റെ രീതി എന്താ? ഒന്നാമത്തെ കാര്യം, അതിന് ഇഖ്ലാസ് വേണം. ഇനി പഠിക്കാൻ കുറച്ച് താല്പര്യമെടുത്ത് മുന്നോട്ട് വരുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അവരെന്ത് വേണം? തലബുൽ ഇൽമിന് നിയ്യത്ത് ശരിയാക്കണം, ഇഖ്ലാസ് വേണം. അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നേടേണ്ട ഒരു കാര്യമാണ് ശർഈയായ ഇൽമ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു മാജഹ് അഹ്മദിലൊക്കെ ഉള്ള ഹദീസാണ്. മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് തേടപ്പെടേണ്ട ഒരു ഇൽമ് ഒരാൾ പഠിച്ചു. ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസ്ബ അർളൻ മിനദ് ദുനിയാ, പക്ഷെ അയാൾ അത് പഠിച്ചത് ദുനിയാവിലുള്ള എന്തെങ്കിലും വിഭവം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ ലം യജിദ് അർഫൽ ജന്നത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വർഗത്തിന്റെ പരിമളം പോലും അയാൾ ആസ്വദിക്കുകയില്ല. കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് സ്വർഗത്തിന്റെ പരിമളം, സ്വർഗത്തിന്റെ സുഗന്ധം കേൾക്കാൻ സാധിക്കും, അത്ര അടുത്തുപോലും എത്താൻ അയാൾക്ക് സാധിക്കൂല എന്നാ പറയുന്നത്. ഇന്ന് ശർഈയായ ഇൽമ് തേടുന്ന പലരുമുണ്ട്. എന്തിനു വേണ്ടി? ഇത്ര പഠിച്ചാൽ അറബി ഭാഷ ആകാം, ഇത്ര പഠിച്ചാൽ ഇന്ന സർട്ടിഫിക്കറ്റ് കിട്ടും, ഇന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഇത്ര ജോലി കിട്ടും, ഇന്ന ജോലി കിട്ടിയാൽ ഇത്ര പ്രൊമോഷൻ കിട്ടും, അതിനു വേണ്ടി പഠിക്കുക. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പഠിക്കേണ്ട ശർഈയായ ഇൽമ് ദുന്യവിയായ നേട്ടങ്ങൾക്ക് വേണ്ടിയും കാര്യലാഭത്തിനു വേണ്ടിയും പഠിച്ചാൽ എന്നാ സംഭവിക്കാൻ പോണത്? സ്വർഗത്തിന്റെ മണം പോലും അയാൾ ആസ്വദിക്കുന്നതല്ല. അതുകൊണ്ട് ഒരു പുണ്യകർമ്മം ചെയ്യുന്ന ഒരു ഇഖ്ലാസ് ആ കാര്യത്തിൽ അയാൾക്കുണ്ടാകണം. യാതൊരു തരത്തിലുള്ള റിയാഉം അതിൽ കടന്നു വരാൻ പാടില്ല. അങ്ങനെ റിയാഉ വരാറുണ്ടോ? ഉണ്ടല്ലോ. ഇന്ന് ധാരാളമായി റിയാഉ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമുക്കറിയാം, ഇന്ന് ഇൽമ് നേടാൻ വേണ്ടിയുള്ള ക്ലാസുകള്, ഖുർആൻ ക്ലാസുകള്, ഖുർആൻ പഠന ക്ലാസുകള്, ലേണിംഗ് സ്കൂളുകൾ ഒക്കെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ സാധാരണക്കാരായ പലരും പോയി പഠിക്കുന്നുണ്ട്. വിദ്യാസമ്പന്നരായ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വലിയ വലിയ കമ്പനി മാനേജർമാരും ഒക്കെ പോയി പഠിക്കുന്നത് അൽഹംദുലില്ലാഹ് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അവിടെ റാങ്ക് കിട്ടണം, പത്രത്തിൽ പേര് വരണം, എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അതിന്റെ ഷീൽഡ് ഇങ്ങനെ പ്രദർശിപ്പിക്കണം, ഈ ഒരു ഉദ്ദേശത്തിലാണ് പഠിക്കുന്നതെങ്കിൽ പോയി അവരാ ലേണിംഗ് സ്കൂളിൽ പോകുന്നതിന് യാതൊരു ഗുണവും അയാൾക്ക് അതുകൊണ്ട് കിട്ടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരലോകം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇൽമു തേടാൻ വേണ്ടി തയ്യാറാകണം എന്നതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. മാത്രല്ല, നാളെ നരകം ജ്വലിപ്പിക്കപ്പെടുന്ന മൂന്നാളുകളെ കുറിച്ച് പറയുന്ന ഹദീസ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. മൂന്നാളുകളെ കൊണ്ടാണ് ആദ്യമായി നരകം കത്തിക്കപ്പെടുക. ഒന്ന് ഒരു പണ്ഡിതൻ, മറ്റൊന്നൊരു പണക്കാരൻ, മറ്റൊന്ന് അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തിയ ആള്. കേട്ട ഹദീസാണ്. അതിന്റെ ഈ ഭാഗം മാത്രം നമ്മൾ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാത്രം പറയാ. ഇൽമു നേടിയ ഒരാളെ കൊണ്ടുവരും. തഅല്ലമൽ ഇൽമു അല്ലമ, അയാൾ ഇൽമു പഠിക്കും പഠിപ്പിക്കുകയും ചെയ്ത ആളാണ്. വഖറഅൽ ഖുർആൻ, ഖുർആൻ ഓതിയ ആളാണ്. ഫൗതിയ ബിഹി ഫഅറഫഹു നിഅമഹു, അയാളെ കൊണ്ടുവന്നിട്ട് അള്ളാഹു അയാൾക്ക് ചെയ്ത നിഅമത്തുകളൊക്കെ അയാൾക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കും. ഫഅറഫഹ, അപ്പൊ അയാൾക്കത് മനസ്സിലായി. നിനക്ക് ഞാൻ ഇന്ന ഇൽമിന്റെ ഇന്ന അനുഗ്രഹങ്ങളൊക്കെ ഞാൻ ചെയ്തു തന്നില്ലേ എന്ന് പറയുമ്പോൾ അയാൾക്കത് മനസ്സിലാകും. എന്നിട്ട് ചോദിക്കല്ലോ, ഫമാ അമിൽത ഫിഹ, ഈ ഇൽമു കൊണ്ട് നീ എന്താ പ്രവർത്തിച്ചത്? തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു, ഞാൻ പഠിച്ചു, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു. വഖറഅതു ഫിക്കൽ ഖുർആൻ, നിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഖുർആൻ പാരായണം ചെയ്തു. അപ്പൊ അള്ളാന്റെ മറുപടി എന്താണ്? കദബത, നീ പറഞ്ഞത് കളവാണ്. ലാകിന്ന തഅല്ലംത ലിയുഖാൽ ആലിം, അതൊരു ആലിമാണ് എന്ന് ആളുകൾ പറയാൻ വേണ്ടിയാണ് നീ ഇൽമു പഠിച്ചത്.
അത് പറഞ്ഞു കഴിഞ്ഞു. നീ ഖുർആൻ ഓതി എന്താണ്, അയാൾ നല്ല ഖാരിയാണ് എന്ന ആളുകൾ പറയാൻ വേണ്ടിയാണ്. ഫഖദഖീൽ, അങ്ങനെ പറയപ്പെട്ടു കഴിഞ്ഞു. നീ ഉദ്ദേശിച്ചത് ദുനിയാവിൽ നിനക്ക് പേരും പ്രശസ്തിയും കിട്ടണം, പണ്ഡിതനാണ് ഖാരിയാണ് എന്നൊക്കെ ആളുകൾക്കിടയിൽ ശ്രുതി കിട്ടണം, കീർത്തി കിട്ടണം, അതായിരുന്നു നിന്റെ ഉദ്ദേശം. അത് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് പിടിക്കവനെ. അയാളെ പിടിച്ചിട്ട് മലക്കുകള്, നമ്മള് നായൊക്കെ ചെത്താ കൊണ്ടുപോകണില്ലേ, കാലിലൊരു എന്തെങ്കിലും പൊന്ത എന്തെങ്കിലും കൂട്ടി പിടിച്ചിട്ട് കാലിൽ പിടിച്ചിട്ട് ആ മുഖം ഇങ്ങനെ നിലത്തൊലി വലിച്ചോണ്ട് അങ്ങനെ കൊണ്ടുവച്ച് നരത്ത് കണ്ടിടുന്നാ പറഞ്ഞത്. ഓ, എന്തൊരു അപമാനമാണെന്ന് ആലോചിച്ചോക്കള്. ആ മഹ്ശറിൽ വെച്ചിട്ട് താൻ പഠിപ്പിച്ച തന്റെ ശിഷ്യന്മാരെ മുമ്പിൽ വെച്ച്, തന്റെ ക്ലാസ്സിൽ ഇരുന്ന ആളുകളെ മുമ്പിൽ വെച്ചിട്ട് ആലിമിനെ കൊണ്ടുപോവുക ഈ രൂപത്തിൽ അപമാനിച്ചുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൽമ് നേടുന്നത് നമ്മൾ വളരെ സൂക്ഷിക്കണം. റിയാവ് വരുന്നത് നമ്മൾ വളരെ സൂക്ഷിക്കണം. നിയ്യത്ത് മാറിപ്പോകുന്നത് നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇന്ന് നമ്മുടെ കുട്ടികൾ പലരും ഇൽമ് പഠിക്കണം എന്തിനാരികള്? തർക്കിക്കാൻ വേണ്ടിയാണ്. തർക്കിക്കാൻ വേണ്ടി മാത്രം പഠിക്കുക, തർക്ക വിഷയം മാത്രം പഠിക്കുക. എന്നിട്ട് ആ തർക്കത്തിന് വേണ്ടി മാത്രം രാവിലെ എണീറ്റ് തർക്കത്തെ വിഷയം പഠിച്ചിട്ട് ആരെയും ഒന്ന് കൊളത്താക്കില്ല, വെറുതെ ഒരുത്തരം പോയി ചായപ്പൊടിയെ പോയിട്ട് അവനെ കൊളത്തും, എന്നിട്ട് തർക്കിക്കും, എന്നിട്ട് വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കും. അങ്ങനെ നിൽക്കുക. തർക്കം തന്നെ അവരെ പണി തന്നെ. ഇതാരും ഈ തർക്കം എന്ന് പറയുന്നത് നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. തർക്കം നല്ല നിലയിലായിരിക്കണം എന്ന് പറഞ്ഞിട്ട് തർക്കം കൊണ്ട് ഫലമില്ലെങ്കിൽ തർക്കിക്കാനേ പോകരുത് എന്നാണ്. മുആനിദായ, അതായത് സത്യം സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത മാത്സര്യ ബുദ്ധിക്കാരനായ ആളോട് തർക്കിച്ചിട്ട് എന്താ കാര്യം? നമുക്കറിയാം തർക്കിച്ചിട്ട് യാതൊരു കാര്യമില്ല. നേരെ മറിച്ച് സത്യം മനസ്സിലാകാത്തതിന്റെ പേരിൽ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്, തെളിവ് കിട്ടിയാൽ മടങ്ങുന്ന പ്രതീക്ഷയുള്ള ആളാണെങ്കിൽ നല്ല നിലക്ക്, മാന്യമായ നിലക്ക് അയാളോട് സമ്മതിക്കുന്നില്ല, യാതൊരു തെറ്റുമില്ല. ഇന്നതല്ല, തർക്കിക്കാൻ വേണ്ടിയാ പഠിക്കണം തന്നെ. തർക്കമാണ് അയാളെ തൊഴിൽ തന്നെ. ഇന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വല്ലതും അറിയോ? തർക്കം മൂത്താൽ തർക്കം ജയിക്കാൻ വേണ്ടി പിന്നെ പലതും പറയും. അങ്ങനെയൊക്കെ ഹദീസിലുണ്ട്, അങ്ങനെയൊക്കെ ഖുർആനിലുണ്ട്, എനിക്കറിയോ ഖുർആൻ എനിക്കറിയുന്നൊക്കെ പറയും. ഓന് ഖുർആനും അറിയില്ല, ഹദീസും അറിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹ് പറഞ്ഞു, റസൂൽ പറഞ്ഞു എന്നായി പറയണത്. അപ്പോ ദീനിന് വേണ്ടി തർക്കിച്ചിട്ട് അവസാനം എന്തായി? അള്ളാന്റെ പേരിൽ കളവ് പറഞ്ഞ, റസൂലിന്റെ പേരിൽ കളവ് പറഞ്ഞ കുറ്റാണ് അയാൾക്ക് വരുന്നത്. ഇത് ചിന്തിക്കുന്നുണ്ടോ? അറിവില്ല തർക്കിക്കുന്നതിന്റെ ദൂഷ്യം എത്ര ഗൗരവമുള്ളതെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? അത് വളരെ ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ലാഹി ബിഗൈരി സുൽത്താനിൻ അദാഹും ഫീ സുദൂരിഹിം ഇല്ലാ കിബർ. കണ്ടോ? അള്ളാഹുവിന്റെ ആയത്തുകളിൽ അവർക്ക് വന്നു കിട്ടിയ അധികൃതമായ യാതൊരു രേഖയുമില്ലാതെ തർക്കുന്നവർ, അവരുടെ ഹൃദയത്തിൽ അഹങ്കാരം മാത്രമാണുള്ളത്. അതുകൊണ്ട് നീ അള്ളാഹുവിൽ അഭയം തേടിക്കോ, അവനാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും. അപ്പൊ അങ്ങനത്തെ ഒരു കിബറിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു പോകുന്നത് നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് പഠിക്കാൻ മുന്നോട്ട് വരുന്ന ആളുകൾ ഇഖ്ലാസ് വളരെ ആവശ്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ മതസ്ഥാപനങ്ങൾ എന്ന് പറയുന്ന അറബി കോളേജുകളാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അറബി കോളേജുകളിൽ കോപ്പി അടി പിടിച്ചു എന്ന് കേട്ടു. ആരാ ഇത് കോപ്പി അടിക്കുന്നത്? കുത്തുബക്കറിന്റെ ആള്. ആരോ കോപ്പി അടിക്കാൻ കൂട്ടുനിൽക്കുന്നത്? ഓന്റെ ഉസ്താദുമാര്. എന്താ നമ്മളെ കോളേജിനായിരിക്കണം റാങ്ക്, അല്ലെങ്കിൽ നമ്മളെ കോളേജിനായിരിക്കണം കൂടുതൽ ഫസ്റ്റ് ക്ലാസ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ കോപ്പിയടി, മാർക്ക് ദാനം. എന്താ ഈ കോപ്പി അടിക്കപ്പെട്ട അല്ലെങ്കിൽ തന്റെ കോളേജിലെ കുട്ടികൾ എഴുതിയ പേപ്പർ ഇന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് കൂടുതൽ മാർക്ക് കൊടുക്കുക? ഏത് വാല്യുവേഷൻ ക്യാമ്പ് പോയിട്ട്? കള്ളത്തരല്ലേ ഇത്? പിന്നെ എന്താ ഇതിലൊക്കെ അർത്ഥമുള്ളത്? ഇനി ആരോടാണ് നമ്മൾ സംസാരിക്കേണ്ടത്? അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്. സർട്ടിഫിക്കറ്റ് ധാരാളമുണ്ട്, പക്ഷേ ഇൽമില്ലെങ്കിലോ? ഒരു പേജ് അറബി നെഹവ് കൂടാതെ വായിക്കാൻ അറിയാത്തവന് അറബിക്ക് എംഎയും അറബിക്ക് PhD ഒക്കെ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഒരായത്തിന്റെ അർത്ഥം, ഒരു ഹദീസിന്റെ അർത്ഥം, ഒരു ഫിഖഹിന്റെ കിതാബിൽ ഒരു ഇബാറത്ത് ഹല്ല് ചെയ്യാൻ വയ്യെങ്കിൽ പിന്നെന്താ അതുകൊണ്ട് കാര്യമുള്ളത്? അപ്പൊ അതുകൊണ്ട് ഇൽമാണ് വേണ്ടത്, ഷഹാദത്തല്ല വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇൽമ് നേടുന്നതിൽ നിയ്യത്ത് വളരെ പ്രധാനമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്നത് ഈ വിഷയത്തിലും നമ്മൾ നോക്കണം. ഹിജ്റ 181 മരിച്ച അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാക്കുണ്ട്, അവ്വലുൽ ഇൽമി അന്നിയ്യ. ഇൽമിൽ ഒന്നാമത് വേണ്ടത് നിയ്യത്താണ്. സുമ്മൽ ഇസ്തിമാ, പിന്നെ ശ്രദ്ധിച്ചു കേൾക്കലാണ്. എൽമിന്റെ സദസ്സിൽ ഇരുന്നാൽ കോട്ടാ വിട്ട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, ഇപ്പുറത്തെ മൊബൈൽ വെച്ച് ഇങ്ങനെ നോക്കി, എന്റെ അടിയിൽ ഇവിടെ 200 വരുത്തി, അതുകൊണ്ട് കാര്യമില്ല. അതെല്ലാം ഓഫാക്കിയിട്ട് ഇസ്തിമാ, ശ്രദ്ധിച്ച് രണ്ട് ചെവിയും തുറന്ന് കേൾക്കണം. പിന്നെ യസുമ്മൽ ഫഹം, കേട്ട കാര്യം നല്ല പോലെ മനസ്സിലാക്കണം, ഗ്രഹിക്കണം. മനസ്സിലായിട്ടില്ലെങ്കിൽ അതോടെ ചോദിച്ചു പഠിക്കണം.
സുമ്മൽ ഹിഫ്ളു, പിന്നെ അത് മനഃപ്പാടമാക്കണം, സുമ്മൽ അമലു, പിന്നെ അത് അമലിൽ കൊണ്ടുവരണം, സുമ്മൻ നസ്റു, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രചരിപ്പിക്കാൻ ഇറങ്ങേണ്ടത്. ഞമ്മക്കതല്ല തുമ്പ് കിട്ടി ആദ്യത് 4 ആളെടുത്ത് പ്രചരിപ്പിക്കണം. ഇപ്പൊ ചില ആളുകൾ എന്തെങ്കിലും ഇൽമിയായ എന്തെങ്കിലും ഒരു ക്ലിപ്പോ മറ്റോ വന്നാൽ ഓൻ കേൾക്കുന്നതിന് മുമ്പ് അത് ഷെയർ ചെയ്യലാണ്. ഞാൻ 150 ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. നീ കേട്ടോ, അല്ല എനിക്ക് കേൾക്കാൻ സമയം കിട്ടിയില്ല, ഞാൻ നാളെ കേൾക്കും, നാളെ അപ്പത്തിന് വേറെ ക്ലിപ്പ് വരും. അപ്പോ നസ്ർ എന്ന് പറഞ്ഞത് എപ്പോഴാ? ആദ്യം നിയ്യത്ത് ശരിയാക്കണം, എന്നിട്ടത് കേൾക്കണം, കേട്ടിട്ട് മനസ്സിലാക്കണം. അത് മനഃപ്പാടമാക്കാൻ കഴിയുന്നതാണെങ്കിൽ മനഃപ്പാടമാക്കുക, അല്ലെങ്കിൽ ആവർത്തിച്ച് വായിച്ച് മനസ്സിൽ ഉറപ്പിക്കണം. എന്നിട്ട് അതുകൊണ്ട് അമൽ ചെയ്യണം. ഇത് ഞാൻ അമൽ ചെയ്യേണ്ട വല്ല കാര്യത്തിലുണ്ടോ നോക്കണം, എന്നിട്ടാണ് പ്രചരിപ്പിക്കേണ്ടത്. അമലുമില്ല, ഫഹ്മുമില്ല, ഹിഫ്ളുമില്ല, ഇസ്തിമാഉമില്ല, ആകെയുള്ള എന്താ? നസ്ർ, പ്രചരിപ്പിക്കല്. അപ്പൊ എന്തായി? അവരുടെ നിയ്യത്ത് എന്താ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെ അപകടമാണിത്. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ കാണും. ഇത് ഇബ്നു അബ്ദുൽ ബർ ജാമിഉ ബയാനിൽ ഇൽമി ഫളിഹി എന്ന ഗ്രന്ഥത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നിയ്യത്ത് നന്നാക്കുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അത്തദർറുജു ഫീ തലബിൽ ഇൽമി, തലബിൽ ഇൽമിന് ലക്ഷ്യം വെച്ചിറങ്ങുന്ന ആള് ഒരു ക്രമം വേണം അയാൾക്ക്. 2 കൊല്ലം കൊണ്ട് ശൈഖുൽ ഇസ്ലാം ആകാന്ന് വിചാരിച്ചിങ്ങനെ ഇറങ്ങാൻ നിൽക്കരുത്. ആദ്യം പഠിക്കേണ്ട എന്താ? എന്റെ അറിവ് കേട് എനിക്കറിയാം. എനിക്ക് അക്ഷരം അറിയാത്ത ആളാണെങ്കിൽ വലിയ വലിയ കിതാബുകൾ വായിക്കുന്നതിൽ പോയിട്ട് ഞാൻ അങ്ങനെ മുഖത്തോക്കി ഇരുന്നിട്ട് കാര്യമുണ്ടോ? അറബി വായിച്ചിട്ട് കുറച്ച് മാത്രമേ ശൈലിക്ക് പറയുന്നുള്ളൂ. അറിയുന്നതെന്താ? ഇൽമിന്റെ സാക്ഷ്യം ബർക്കത്ത് കിട്ടുന്നല്ലാതെ വേറെ കിട്ടുമോ? അപ്പൊ അറിയാത്ത ആദ്യം ചെറിയ ചെറിയ പാഠങ്ങളാ പഠിക്കേണ്ടത്. അക്ഷരമറിയാത്തവർ അക്ഷരം പഠിക്കണം, ഫാത്തിഹ സൂറത്ത് അറിയാത്തവർ ഫാത്തിഹ സൂറത്ത് പഠിക്കണം, നിസ്കാരത്തെ ദിക്ർ അറിയാത്തവർ അത് പഠിക്കണം. അങ്ങനെ പഠിച്ചിട്ട് 1ലും 2ലും 3ലും ഒക്കെ കുട്ടികൾ പഠിക്കുന്ന കാര്യം കൂടി വലിയ ആൾക്ക് അറിയില്ലെങ്കിൽ അയാളത് പഠിക്കണം, അടിത്തറ പഠിക്കണം. അടുത്തതാണ് പിന്നെ പഠിക്കേണ്ടത്. അങ്ങനെ തദർറുജു ഫീ തലബിൽ ഇൽമി, ഒരു പാഠ്യ പദ്ധതി വേണം, അല്ലെങ്കിൽ ഒരു പാഠ്യക്രമം വേണം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ തലബിൽ ഇൽമിന് ആവശ്യമുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അദബ് വേണം. ഒരു മുതഅല്ലിമിനുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണാണെന്ത്? തവാളു, വിനയം. വിനയത്തോടുകൂടി പഠിക്കണം. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലൈസ അമലുൻ ബഅദൽ ഫറാഇലി അഫ്ളലു മിൻ തലബിൽ ഇൽമി, ഫർളായ കാര്യങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായത് തലബുൽ ഇൽമാണ്, വേറൊന്നുമില്ല. വകാന റജുലു ലാ യത്ലുബുൽ ഇൽമ ഹത്താ യതഅദ്ദബ, ഒരു വ്യക്തി ഇൽമ് അദബ് നേടുന്നതുവരെ ഇൽമ് അന്വേഷിക്കുന്നതല്ല. ഒരു ഇൽമ് അന്വേഷിക്കുന്നതിന് മുമ്പ് എന്ത് വേണം? അദബ് നേടണം. അദബ് പഠിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? ഇൽമ നേടേണ്ടത്. അപ്പൊ ഒരു മുതഅല്ലിമിനുണ്ടായിരിക്കേണ്ട അദബുകൾ എന്താണ്? ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കാനൂ യത്ലുബൂനൽ അദബ സുമ്മൽ ഇൽമ, ആദ്യം അവർ പഠിച്ചിരുന്ന അദബാണ്, പിന്നെയാണ് അവർ ഇൽമ പഠിച്ചിരുന്നത്. അപ്പൊ ഒരു വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട വിനയം എന്താണ്? വിനയമില്ലാത്ത കിബറുണ്ടായാൽ ഒരിക്കലും പഠിക്കാൻ കഴിയൂല. ഉസ്താദിന് ഇൽമുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ചില ക്ലാസ്സിന് പോകും. പിന്നെ അയാളെന്ന് വല്ല ക്ലിപ്പും കിട്ടുമോ അയാൾക്കെതിരിൽ പിന്നീട് പറയാൻ? ഇപ്പൊ അവിടെ ഇരിക്കട്ടെ, 2 കൊല്ലം കഴിഞ്ഞിട്ടെടുക്കാം, അയാൾ പണ്ട് പറഞ്ഞ അവിടെ കട്ടെ. ഇങ്ങനെ ഫിത്തന ഉണ്ടാക്കാനായിട്ട് വരുന്ന ആളുകൾ ഉണ്ടാവും. ഏതൊരു ക്ലാസ്സിൽ വന്നാൽ അതിനെന്തെങ്കിലും നമുക്ക് കിട്ടുമെന്നാ നോക്കുക. എന്നിട്ട് ആ ക്ലിപ്പ് എടുത്തിട്ട് ഫിത്തന ഉണ്ടാക്കും. അതുവരെ അതിൽ പറഞ്ഞ മറ്റില്ല നല്ല കാര്യങ്ങളുണ്ടാവും. ആ രൂപത്തിൽ ഇൽമിനെ ആ നിലക്ക് സമീപിക്കുന്ന, വിനയമില്ലാതെ സമീപിക്കുന്ന ആളുകൾ, അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഫർള് ഐനായിട്ടുള്ള കാര്യങ്ങൾ പോലും ആളുകൾക്ക് അറിഞ്ഞുകൂടാ, നിസ്കരിക്കാൻ അറിഞ്ഞുകൂടാ, നിസ്കാരത്തിന്റെ മസ്അലകൾ അറിഞ്ഞുകൂടാ. നിസ്കാരത്തെ കുറിച്ച് പഠിക്കണം. കാരണം ഒരു മുഅ്മിൻ 7ാമത്തെ വയസ്സിൽ ആരംഭിക്കുകയും അവസാന ശ്വാസം വരെ അയാൾ നിലനിർത്തി ചെയ്യേണ്ട കാര്യമാണെന്ത്? നമസ്കാരം എന്ന് പറയുന്നത്. അതിന് എന്തെല്ലാം മസ്അലകളുണ്ട്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് നിസ്കാരം എന്ന് പഠിച്ചാൽ പോരല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ പോലും വസിയത്തിൽ പറഞ്ഞ കാര്യമാണ് സ്വലാത്തു വസ്സലാഹ്, നമസ്കാരം നമസ്കാരം, ഉമ്മത്തിനോടുള്ള അവസാന വസിയത്താണത്. അപ്പൊ അത്ര ഗൗരവമുള്ള വിഷയമാണത്. നിൽക്കാൻ വയ്യേ ഇരിക്കണം, ഇരിക്കാൻ വയ്യേ കിടക്കണം. ഒരു ഓർമ്മയുണ്ടെങ്കിൽ പോലും രോഗിയോട് ഭാഗ്യന്റെ സമയമായ ഉപ്പ നിസ്കരിക്കുന്നില്ലേ, ഉമ്മ നിസ്കരിക്കുന്നില്ലേ എന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കണം രോഗിയുടെ അടുത്ത് നിൽക്കുന്ന ആള്. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, അത് പഠിക്കണ്ടേ? അതിന്റെ മസലകൾ പഠിക്കണ്ടേ? അത് പഠിക്കാം. ഇന്നമൽ ഇൽമു ബിത്തഅല്ലുമി, ഇൽമു കിട്ടണമെങ്കിൽ പഠിക്കണം. പഠിക്കാതെ ഇൽമുണ്ട് ഇൽമുണ്ട് ഇൽമു ആണെന്ന് നടന്നാൽ തലേക്ക് കയറോ? പുസ്തകം തലപ്പിച്ച് കിടന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഫർള് ഐനായ കാര്യങ്ങൾ പോലും ആളുകൾക്ക് അറിഞ്ഞുകൂടാ. അഖീദ കാര്യങ്ങൾ, ഈമാൻ കാര്യം 6 മദ്രസയിൽ നമ്മൾ എണ്ണിപ്പടിച്ചു.
അള്ളാഹുവിൽ വിശ്വസിക്കണം, മലക്കുകളിൽ വിശ്വസിക്കണം, കിതാബുകളിൽ വിശ്വസിക്കണം, റസൂലുകൾ വിശ്വസിക്കണം, ഖിയാമത്ത് നാൾ വിശ്വസിക്കണം, ഖദറിൽ വിശ്വസിക്കണം. അർത്ഥം എണ്ണി പഠിച്ചാൽ മാത്രം മതിയോ? ഈ 6 പറ്റി ഓരോ സാധാരണക്കാരനും നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളില്ലേ? എന്തൊക്കെയാ മലക്കുകളെ പറ്റി വിശ്വസിക്കേണ്ടത്? എന്തൊക്കെയാ റസൂലുകളെ പറ്റി വിശ്വസിക്കേണ്ടത്? പഠിക്കണ്ടേ? അത് പഠിക്കാൻ പോലും ആളുകൾക്ക് സമയമില്ലെങ്കിൽ ഇസ്ലാം കാര്യം 5 ഷഹാദത്ത്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. സക്കാത്തിന്റെ മസാലകൾ പൈസക്കാരൻ പഠിച്ചാൽ മതി. നിൽക്കുക പൈസ ഉണ്ടാവുമ്പോ നമ്മൾ പഠിച്ചാൽ മതി. ഹജ്ജിന് പോകുമ്പോൾ മാത്രം ഹജ്ജ് പഠിച്ചാൽ മതി. പക്ഷെ നിസ്കാരം, നോമ്പോ അതെല്ലാവർക്കും വേണ്ടതല്ലേ? അത് പഠിക്കേണ്ടതല്ലേ? ഷഹാദത്തിന്റെ താല്പര്യം പഠിക്കേണ്ടതല്ലേ? അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഈ 2 ഷഹാദത്ത് ഞാൻ ഏറ്റെടുത്ത ആളാണ്. അങ്ങനത്തെ ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. അത് പഠിച്ച് അതിന്റെ ആ താല്പര്യമനുസരിച്ച് ജീവിക്കാൻ കടപ്പെട്ടവനാണ് ഞാൻ. അയാളത് പഠിക്കേണ്ടതില്ലേ? പിന്നെ അതിനപ്പുറത്താണ് ഫർള് കിഫായ. അത് ഉലമാക്കൾ മാത്രം പഠിച്ച് എല്ലാവരും പഠിക്കണമെന്നൊന്നുമില്ല. ഇപ്പൊ സ്വത്ത് ഒഴിയേണ്ട കാര്യം എല്ലാവരും അറിയേണ്ടതുണ്ടോ? ഇസ്ലാമിലെ കുറ്റകൃത്യങ്ങളും അതിനുള്ള ശിക്ഷാവിധികളും എല്ലാവരും പഠിക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ അത് പക്ഷേ ഓരോ സാധാരണക്കാരനും പഠിക്കേണ്ട വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ചില ആളുകൾ പറഞ്ഞു ഇപ്പൊ എല്ലാവരും പണ്ഡിതന്മാരാക്കണം എന്നുള്ളിടത്തപ്പ വരെ പോക്ക്. അതൊരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല. ഇസ്ലാം അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എല്ലാവരും പണ്ഡിതന്മാരാകണം. പക്ഷെ പണ്ഡിതന്മാരോട് ചോദിച്ചു പഠിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഓരോ സഹാബിയും പഠിക്കുന്നവരല്ല. ഇപ്പൊ സഹാബികളുടെ കൂട്ടത്തിൽ എല്ലാവരും വലിയ ആലിമ്യങ്ങളായിരുന്നു? അല്ല, അവർ സാധാരണക്കാരുണ്ടായിരുന്നു. പക്ഷെ അവർ ആരും പഠിക്കാതിരുന്നിട്ടില്ല. നിത്യവും പഠിച്ചുകൊണ്ടേയിരുന്നു. ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ വരണം എന്നതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഹദീസിന്റെ വിജ്ഞാനങ്ങള്, തഫ്സീറിന്റെ വിജ്ഞാനങ്ങള്, ഉസൂലുൽ ഹദീസ്, ഉസൂൽ ഫിഖ്, അതൊക്കെ പണ്ഡിതന്മാർ പഠിക്കേണ്ടതാണ്. നിത്യജീവിതത്തിൽ ആവശ്യമില്ലാത്ത എന്നാൽ പണ്ഡിതന്മാർ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട്. അതെല്ലാ സാധാരണക്കാരും പഠിക്കണം എന്ന് നമ്മൾ നിർബന്ധിക്കുന്നില്ല. അത് സാധ്യമാകുന്ന കാര്യവുമല്ല. അതിലേക്കല്ലാതാണ് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കേട്ടതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യാതൊരു കാര്യമല്ല. അഖീദയും ഫിഖ്ഹും രണ്ടും പ്രധാനമാണ്. വിശ്വാസകാര്യങ്ങളും നിത്യജീവിതത്തിൽ പാലിക്കേണ്ട നിസ്കാരം, നോമ്പ്, അതുപോലെ ബന്ധപ്പെട്ട ഫിഖ്ഹി കാര്യം, കർമ്മശാസ്ത്രവും അത് ഓരോ സാധാരണക്കാരനും പഠിക്കണം. തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് റബ്ബിന്റെ അടുക്കൽ ചോദിക്കപ്പെടും എന്ന കാര്യം യാതൊരു സംശയമല്ല. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. ഇപ്പോ വാട്സപ്പിലൊക്കെ പലതും വരും. നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യവും നമ്മൾ വേറെ ആൾക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ നബ്ഹാനി തങ്ങളെ കിതാബ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ഹദീസ് കണ്ടു. അതെന്താ, നിന്ന് മുടി ചീകിയ ഓൻ കടം കൊണ്ട് വലിയൂന്ന്. അപ്പൊ എനിക്ക് തോന്നി ഇതൊന്ന് ഷെയർ ചെയ്യണോന്ന്. എന്നിട്ട് ഖുറാഫി വിടുകയാണ്. എന്നിട്ട് നമ്മളെ ആളുകളൊക്കെ അങ്ങനെയുണ്ടോ എന്ത് പൊട്ട ഹദീസാ, മൗദൂആയ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിയുണ്ടാക്കിയ ഹദീസാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യാൻ നിൽക്കരുത്. ഇതിന്റെ കുറ്റം ഞമ്മക്കാ. ഒരു മൗദൂആയ ഹദീസ് പ്രചരിപ്പിച്ചാൽ റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞ കുറ്റം നമുക്ക് കിട്ടുക. ഒരു ഹദീസ് മൗദൂ എന്ന അർത്ഥം എന്താ? റസൂലിന്റെ പേരിൽ കളവ് കെട്ടിപ്പറയുന്ന ഒരുത്തൻ അതിന്റെ സനദിലുണ്ട്. എന്താ അത് റിവായത്ത് ചെയ്യുന്നതിന്റെ ഹുക്മ്? ഹറാം. വതഹറുമു റിവായത്തുഹു. മൗദൂആയ ഹദീസ് റിവായത്ത് ചെയ്യൽ ഹറാമാണ്. ഇല്ലാ മഅ ബയാനിഹി. അതിന്റെ ബയാൻ ചെയ്യും. ഇങ്ങനെ ഒരു ഹദീസ്, കള്ള ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ ഒരൊറ്റ ഹദീസിൽ റിവായത്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ കാലകാല റസൂലുള്ളാഹിന്റെ വിടുകയാണ്. പറ്റുമോ? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. എന്താ അർത്ഥം? നിനക്ക് വ്യക്തമായ ഇൽമില്ലാത്ത ഒന്നിനെയും നീ പിന്തുടരാൻ പാടില്ല. നിന്റെ കേൾവിയും കാഴ്ചയും ഹൃദയവും അല്ലാഹുവിങ്കൽ ചോദിക്കപ്പെടുന്നതാണ്. വ്യക്തമായ അറിവ് കിട്ടിയ ഹദീസ് മാത്രം, സഹീഹാണെന്ന് ബോധ്യപ്പെട്ട ഹദീസ് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താ? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ. ആരെങ്കിലും എന്റെ പേരിൽ കരുതിക്കുട്ടിയ കളവ് പറഞ്ഞാൽ നരകത്തിൽ അവന്റെ സീറ്റ് ഒരുക്കി കൊള്ളട്ടെ. അപ്പൊ അറിയാതെ നമ്മൾ സഹീഹാണെന്ന വിചാരത്തിൽ നമ്മൾ ഉദ്ധരിച്ചാൽ രക്ഷപ്പെടൂലെന്ന് ചോദിക്കും. അതുകൊണ്ട് ഇപ്പൊ ഈ കാലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇതാരാ അത് പറഞ്ഞത്? ഏതോ ഒരുത്തം പറയാണ്, ഞാൻ ഇങ്ങനൊരു കിതാബ് ഇങ്ങനെ വായിച്ചപ്പോൾ ഒരു ഹദീസ് കിട്ടി, എനിക്കൊരു പുതുമ തോന്നി, അതങ്ങോട്ട് വിടുക. ഇപ്പൊ പലതുണ്ടാവും ആളുകൾക്ക് നന്മക്ക് പ്രേരിപ്പിക്കുന്നത് എന്ന നിലക്ക് പല കഥകളും ഹദീസും, അങ്ങനെ കിതാബുണ്ട്, ഈ കിതാബുണ്ട്, മറ്റേ കിതാബുണ്ട്. ഇതൊന്നും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. ഒരു ദീനീ കാര്യം ഷെയർ ചെയ്യണമെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുന്നത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമല്ലേ? അറിവുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ ഗ്രൂപ്പിലൊക്കെ കാണുന്നുണ്ട്, ഇത് നല്ലതാണെന്നാണ് നമ്മൾ ആളുകൾക്ക് വായിക്കുന്നത്, തെറ്റാണോ ശരിയാണോ?
നമുക്കതിന്റെ ഉത്തരവാദിത്തമല്ല. എന്തിനാ നമ്മൾ ഇത് വെറുതെ തലയിടാൻ പോണേ? ഇന്നക കദിബൻ അലയ്യ ലൈസക കദിബൻ അലാ അഹദിൻ. എന്റെ മേൽ കളവ് പറയുക എന്നത് മറ്റൊരാളുടെ പേരും കളവ് പറയുന്നത് പോലെയല്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ പേരിലാണ് ഈ കളവ് പറയുന്നത്. റസൂൽ പറഞ്ഞു എന്ന് ഉറപ്പില്ലാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞ എന്തായി? റസൂലിന്റെ പേരിൽ കളവ് പറയലായി. എത്രത്തോളം വെച്ചാൽ കളവാണെന്ന് ഉറപ്പിക്കൊള്ളണമെന്നില്ല, കളവാണെന്ന് നമുക്ക് തോന്നിയാൽ തന്നെ മദീന. മൻ ഹദ്ദസനി ബിഹദീസിൻ യുറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബീൻ. ആരെങ്കിലും എന്നെ സംബന്ധിച്ചൊരു ഹദീസ് ഉദ്ധരിച്ചു, അത് കളവാണെന്ന് അയാൾക്ക് തോന്നുന്നു, അയാൾ വിചാരത്തിൽ കളവായിരിക്കാൻ സാധ്യത, എന്നാൽ പോലും അയാൾ 2 കള്ളന്മാരിൽ ഒരാളാണ്. ഏതാ 2 കള്ളൻ? ഒന്നാമത് ഈ കള്ള ഹദീസ് കെട്ടിണ്ടാക്കിയവൻ, രണ്ടാമത് പ്രചരിപ്പിക്കുന്നവൻ. അപ്പൊ ഇതിലൊന്നും യാതൊരു ഗൗരവവും ഇല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങേയറ്റത്തെ തസാഹുല് ഈ വിഷയത്തിലുണ്ട്. ആ സാരില്ല, ഹദീസല്ലേ, ലൈഫാണെങ്കിൽ ഹദീസല്ലേ എന്ന് പറഞ്ഞിട്ട് വിടുന്നത് ഒരിക്കലും നമുക്കത് പാടില്ലാത്ത ഹദീസ് കാര്യമാണ്. ഇപ്പോ വലതു കയ്യിൽ സൂര്യനും ഇടതു കയ്യിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും ഞാൻ ഇന്ന് പിന്മാറുകയില്ലേടാപ്പാ എന്ന് റസൂല് പറഞ്ഞിരിക്കുന്നു. ലൈഫായ ഹദീസാണ്. പക്ഷെ ആളുകൾക്ക് അറിഞ്ഞുകൂടെ, ആളുകൾ ഉദ്ധരിക്കും. അപ്പൊ ഒരിക്കൽ ലൈഫെന്ന് കേട്ടാൽ ഇവിടെ എന്ത് ചെയ്യുന്നത്? നമ്മളൊരിക്കലും ഉദ്ധരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത് തന്നെ ധാരാളമുണ്ട്. ആളുകൾക്ക് പേടിയാണ്, ഇങ്ങനെയൊക്കെ തള്ളിയാ പിന്നെ റസൂലിന്റെ ഹദീസ് കുറെ നമുക്ക് മിസ്സായി പോവില്ലേ? മിസ്സാവില്ല. സഹീഹന്റെ എമ്പാടുണ്ട്. ലൈഫിന്റെ ഒരു ആവശ്യവും നമുക്കില്ല. അങ്ങനെ ലൈഫ് കൊണ്ടുവരേണ്ട ആവശ്യമല്ല. അതുകൊണ്ട് സഹീഹായത് മാത്രമേ, ബോധ്യപ്പെട്ടത് മാത്രമേ നമ്മൾ മറ്റവർക്ക് ഷെയർ ചെയ്യാവൂ. അറിവില്ലാത്ത കാര്യം മറ്റവർക്ക് വന്നാൽ അതിന്റെ കുറ്റം കൂടി നമ്മൾ പേറരുത്. അതുകൊണ്ട് പഠിക്കുക, പഠിക്കുന്നതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തുകൾ ശ്രദ്ധിച്ചോ? നിങ്ങളുടെ നാവുകൾക്ക് തോന്നുന്നതിനനുസരിച്ച് ഇത് ഹലാൽ ഇത് ഹറാം എന്ന് നിങ്ങൾ പറയരുത്. അത് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയലാണ്. അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിപ്പറയുന്നതിന് വിജയിക്കുകയില്ല. നമ്മളോടൊക്കെ ആളുകൾ പലതും ചോദിക്കും, അത് ഹറാമാ, അത് ഹലാലാ, പറയാൻ പറ്റുമോ? ഹറാമാകാൻ ഹറാമെന്ന അള്ള ഹറാമാക്കിയെന്ന അർത്ഥം, ഹലാൽ പറഞ്ഞാൽ അള്ള ഹലാലാക്കിയെന്ന അർത്ഥം. അപ്പൊ ഇതിനെന്ത് വേണം? ഇത് ഹറാമാണെന്ന വ്യക്തമായ ഇൽമ് നിങ്ങളെ കണ്ടോ? നിങ്ങൾക്ക് പറയാ. ഇത് ഹലാലെന്ന് വ്യക്തമായ അറിവ് നിങ്ങളെ കണ്ടോ? നിങ്ങൾക്ക് പറയാ. കുറച്ച് പഠിക്കുമ്പോഴത്തേക്ക് ഫത്വ കൊടുക്കാൻ തുടങ്ങുക, മുഫ്തിയാകുക, അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു പറഞ്ഞു എന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എന്ന ഗൗരവം അയാൾക്കുണ്ടാകുന്നില്ല. നിങ്ങൾ നോക്ക്, മൻ അഫ്തന്നാസ ഫീ കുല്ലി മാ യസ്അലൂനഹു അൻഹു ഫഹുവ മജ്നൂൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബി പറയാണ്, ജനങ്ങൾ ചോദിക്കുന്ന കാര്യത്തിലൊക്കെ ഫത്വ കൊടുക്കുന്നവൻ അവൻ മജ്നൂനാണ്. എന്താ മജ്നൂൻ? ഭ്രാന്തൻ. മനസ്സിലായില്ലേ? ഇത് സിഫത്തുൽ ഫത്വ വൽ മുസ്തഫ്തി എന്ന് പറയുന്ന ഗ്രന്ഥ അഹ്മദ് ബിൻ ഹംദാൻ അൽ ഹംബലി ഉദ്ധരിച്ചതാണ്. ഇനിയും കേട്ടോ, ബറാഅ റളിയല്ലാഹു അൻഹു പറയാണ്, ലഖദ് റഅയ്തു 300 മിൻ അസ്ഹാബി ബദർ മാ ഫീഹിം മിൻ അഹദിൻ ഇല്ലാ വയുഹിബ്ബു അൻ യക്ഫിയഹു സാഹിബുഹു അൽ ഫത്യ. കേട്ടോ, ഞാൻ ബദറിൽ പങ്കെടുത്ത 300ഓളം സഹാബികളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരിൽ ഒരാളും തന്നെ ഇല്ല ഫത്വ ചോദിച്ചാൽ അതിന്റെ സുഹൃത്തിനോട് ചോദിച്ചോ എന്ന് പറയും. എന്നോട് ചോദിക്കണ്ട, മൂപ്പരോട് ചോദിച്ചോ, മൂപ്പൻ എന്നോട് ചോദിച്ചോ, അപ്പുറത്ത് ചോദിച്ചോ. എന്നോട് ഞാനല്ലേ ചോദിക്കണ്ടേ, ഞാൻ എവിടെ എന്നല്ല. അവരൊക്കെ വേഗം അവരിൽ നിന്നത് മാറ്റാനാണ് ശ്രമിച്ചിരുന്നത്. ഖാല ഇബ്നു അബീ ലൈല അദ്റകതു 20 വ100 മിനൽ അൻസാർ. സഹാബികളായ അൻസാറുകളിൽപ്പെട്ട 120ഓളം ആളുകൾ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസ്അലു അഹദുഹും മനിൽ മസ്അല ഫയറുദ്ദുഹാ ഹാദാ ഇലാ ഹാദാ വഹാദാ ഇലാ ഹാദാ ഹത്താ തർജിഅ ഇലൽ അവ്വൽ. അവർ ഓരോരുത്തരും അവരോട് ചോദ്യം വന്നാൽ മറ്റേ ആളിലേക്ക് മടക്കും, അയാൾ അപ്പുറത്തെ ആളിലേക്ക് മടക്കും, അയാൾ അപ്പുറത്തെ അവസാനം ഇയാളിൽ തന്നെ എത്തും. അല്ല എന്നോട് എനിക്കറിയില്ല, ഇയാൾ ചോദിച്ചു, എനിക്കറിയില്ല. അങ്ങനെ വന്നിട്ട് അവസാനം ഇയാൾ തന്നെ എത്തും. എല്ലാവരും പേടിക്കുകയാണ് മറുപടി പറയാൻ. നമ്മതല്ല, ഹരിജിപ്പുറത്തിന്റെ മറുപടിയാണ്. അല്ല, ഇപ്പൊ വലിയ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാണ്, ഓ മുഫ്തിയാകാൻ വേണ്ടി ഓനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറയുന്നത് ഓൻ തന്നെ മറുപടി. ഒരു പേടിയില്ല ആളുകൾക്ക്. ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോരുകയില്ല. ആദ്രി എന്ന് പറയാൻ പറ്റൂല, എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് തൃപ്തിയാവില്ല. നിങ്ങൾക്കറിയോ, ഒരു സഹാബി വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കാണ്, യാ റസൂലല്ലാഹ് അയ്യുൽ ബുൽദാനി ശർർ, ഏത് നാടാണ് ഏറ്റവും ഷർറായത്, സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ സ്ഥലം ഏതാണ്? റസൂൽ പറഞ്ഞില്ല, അതിരി എനിക്കറിയില്ല. ഫലമ്മാ അതാഹു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിന്റെ അടുത്ത് വന്നപ്പോ റസൂൽ ചോദിക്കാണ്, യാ ജിബ്രീൽ അയ്യുൽ ബുൽദാനി ശർർ, ഏത് സ്ഥലമാണ് ഏറ്റവും മോശമായ സ്ഥലം? ഖാല ലാ അദ്രി അസ്സർ റബ്ബി, എനിക്കും അറിയില്ല. മുഹമ്മദ് നബി എനിക്കും അല്ല. ആരാ പറഞ്ഞത്? ജിബ്രീൽ പറഞ്ഞു, ഞാൻ റബ്ബിനോട് ചോദിച്ചു നോക്കട്ടെ. ഫന്തലഖ ജിബ്രീൽ അലൈഹിസ്സലാം സുമ്മ വഖഫ മാ ശാ അല്ലാഹു യംകു സുമ്മ ജാ.
അങ്ങനെ ജിബ്രീൽ പോയി അള്ളാഹിനോട് ചോദിച്ചിട്ട് തിരിച്ചു വന്ന്. നബി ഇങ്ങനെ കാത്തുനിന്ന് എന്നിട്ട് വന്നിട്ട് യാ മുഹമ്മദ് ഇന്നക സഅൽതനി അയ്യുൽ ബുൽദാനി ശർ, ഏത് നാടാണ് മോശം എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചില്ല, ഏത് സ്ഥലമാണ് മോശമായ സ്ഥലം? അപ്പൊ ഞാൻ നിങ്ങളോട് ലാ അദ്രി എന്ന് പറഞ്ഞില്ലേ? വഇന്നി സഅൽതു റബ്ബി അസ്സ വജല്ല, ഞാൻ എന്റെ റബ്ബിനോട് അതിനെപ്പറ്റി ചോദിച്ചു, അയ്യുൽ ബുൽദാനി ശർ, ഏത് സ്ഥലമാണ് ഏറ്റവും മോശമായ സ്ഥലം? ഫഖാല അസ്വാഖുഹാ, അത് മാർക്കറ്റുകളാണ് ഏറ്റവും മോശമായ സ്ഥലം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പള്ളിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, അള്ളാഹ്ക്ക് വെറുക്കപ്പെട്ട സ്ഥലം മാർക്കറ്റാണ്. അത് അറിവ് കിട്ടുന്നവർ ആര് പറഞ്ഞിട്ടില്ല? അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പൊ നമ്മൾ അറിഞ്ഞില്ലാറിഞ്ഞ നമുക്ക് മോശം ആളുകൾ ഞാൻ അത്രയൊക്കെ പഠിച്ച ആളല്ലേ, ഞാൻ വലിയ ഖത്തീബിലാവും, അറിയില്ലാറിഞ്ഞ ആളുകൾക്ക് ഇതിൽ മോശമല്ലേ? ശഅബി റഹ്മത്തുള്ളാഹി അലൈഹി കേട്ടിട്ടുണ്ടോ? വലിയ താബി പണ്ഡിതനാണ്. വസൂല ശഅബി അൻ ശൈഇൻ ഫഖാല ലാ അദ്രി. ശഅബി റളിയല്ലാഹു അൻഹു ശഅബി റളിയല്ലാഹുവിനോട് ചോദിച്ച് ഒരു കാര്യം എനിക്കറിയില്ല. അപ്പൊ കേട്ടിട്ടുണ്ട് അലാ തസ്തഹി മിൻ ഖൗലിക ലാ അദ്രി വഅൻത ഫഖീഹു അഹ്ലിൽ ഇറാഖ്, ഇറാഖിലെ ഫഖീഹല്ലേ നിങ്ങൾക്ക് ലാ അദ്രി എന്ന് പറയുന്ന മടിയില്ല മനുഷ്യ. അപ്പൊ അദ്ദേഹം പറയാണ് ലാകിന്നൽ മലായികത ലം തസ്തഹി ഹീന ഖാലത്ത് ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. മലക്കുകളോട് അള്ളാഹ് ചോദിച്ചപ്പോ മലക്കുകൾ പറഞ്ഞു, പടച്ചോനെ നീ പഠിപ്പിച്ചല്ല ഞങ്ങൾക്കൊന്നും അറിയില്ല. അപ്പൊ അള്ളാഹുവിനോട് മലക്കുകൾ അറിയില്ല എന്ന് പറഞ്ഞത് ഇന്നിപ്പോ ഈ ശഅബിക്ക് വരെ എത്ര മടിയും. ആര് പറയാ? ശഅബി റളിയല്ലാഹു അൻഹു പറയാണ്. അതുൽ അബൂ നുഐം മുത്തരിക്കുന്ന ഇമാം മാലിക്കിനെ സംബന്ധിച്ച് മാ റഅയ്തു ആലിമൻ അക്സറ ഖൗലൻ ലാ അദ്രി മിൻ മാലിക് ബിൻ അനസ്. ഇമാമു ദാരിൽ ഹിജ്റ എന്നറിയപ്പെട്ട മദീനത്തെ ഇമാം മാലിക് ബിൻ അനസിനെക്കാളേറെ ലാ അദ്രി എന്ന് പറയുന്ന ഒരു ആലിമിനെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ലാ അദ്രി എനിക്ക് അറിയില്ല എന്ന് പറയാൻ മടി. എത്ര വലിയ ആളായിട്ട് ഞാൻ അറിയില്ല എന്ന് പറയാൻ. അതുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മൾ ഫത്വ കൊടുക്കാൻ പോകരുത്. അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിൽ കളവ് പറഞ്ഞിട്ടുള്ള കുറ്റം നമ്മൾ ഏൽക്കരുത്. അതുകൊണ്ട് തലബുൽ ഇൽം എന്ന് പറയുന്നത് വലിയൊരു ഇബാദത്താണ്. അത് നമ്മൾ അതിന്റെ ഗൗരവത്തിലെടുക്കുകയും പഠനത്തിലേക്ക് നമ്മളെല്ലാവരും മുന്നിട്ട് വരികയും വേണം. നമ്മളെല്ലാവരും നമ്മുടെ കുടുംബങ്ങൾ ഒന്നിച്ച് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. ഈ ഫിത്തന നിറഞ്ഞ കാലത്ത് മറ്റ് ഫിത്തനകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഇൽമിലേക്ക് അടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ മുസ്ലിം സമൂഹം വലിയ പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ വളരെ സുസജ്ജരായി പല രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാമിനെയും ഇസ്ലാമിക പ്രവർത്തനത്തെയും എങ്ങനെ ഉന്മൂലനം ചെയ്തു എന്ന് പഠിക്കുകയും അത് ഇന്ത്യയിലും നടപ്പിലാക്കാൻ വേണ്ടി ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാനുള്ള പദ്ധതികൾ അവരാവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ മതപ്രബോധനത്തെയും മതപ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെയും വേട്ടയാടുകയും അവരെയൊക്കെ എങ്ങനെ അവരെ വായടച്ച് മാറ്റി നിർത്താം എന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. വളരെ ഗൗരവത്തിൽ നമ്മളെല്ലാവരും പേടിക്കേണ്ട കാര്യമാണിത്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് അത് നമ്മൾ ഉൾക്കൊള്ളുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നതിനെ മറ്റു പലരും വളരെ പേടിയോടുകൂടിയാണ് കാണുന്നത്. എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നു? ഇത്രയൊക്കെ ഇസ്ലാമിനെ കുറിച്ച് കുപ്രചരണം നമ്മൾ നടത്തിയിട്ടും അതെല്ലാം മറികടന്ന് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇതിനെങ്ങനെ തടയിടും? അവസാനം അവർ കണ്ടെത്തിയെന്താ? ഇസ്ലാമിക പ്രബോധനം നടത്തുന്നവർ വായടക്കുക, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുക. അതുകൊണ്ട് നമ്മളെല്ലാവരും ദുആ ചെയ്യണം. ആ തരത്തിലുള്ള ഗൂഢാലോചനകളും പ്രവർത്തനങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ മൊത്തത്തിൽ എന്താ വിചാരിച്ചാൽ ഓൻ നമ്മളാളല്ലല്ലോ, ഓൻ കുടുങ്ങട്ടെ, മറ്റും വിചാരിക്കും ഓൻ നമ്മളാളല്ല, എല്ലാവരും കുടുങ്ങും, ആരും ഒഴിവാവില്ല. അള്ളാഹുവിന്റെ കാവലല്ലാതെ മറ്റൊരു കാവലും നമുക്കുണ്ടാവില്ല. ഇതേതെങ്കിലും വ്യക്തികളെയോ സംഘടനകളെയോ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഇത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. അതങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. മറ്റു പല നാടുകളിൽ നിന്നും ഇസ്ലാമിനെ തുടച്ചു നീക്കിയതുപോലെ ഇവിടെ നിന്നും തുടച്ചു നീക്കാനുള്ള ഗൂഢാലോചനയാണ് ഇവിടെ നടക്കുന്നത്. അതിൽ നമ്മൾ രക്ഷ നേടണമെങ്കിൽ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയും ഒറ്റുകൊടുക്കുകയും ചെയ്യുന്ന തരത്തിൽ ഒരിക്കൽ നമ്മൾ പ്രതികരിക്കാൻ പാടില്ല. ഞങ്ങളാളല്ലേ, ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന സ്വഭാവം ഒരിക്കലും ഉണ്ടല്ല. എല്ലാവരും നമ്മളാളാണ്. മനസ്സിലായില്ലേ? ഒരു മുസ്ലിമിന്റെ വേദന എല്ലാവരുടെയും വേദനയാണ്. ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ആളുകൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളെ കുട്ടികളെ കളിയും ചിരിയും പുഞ്ചിരിയും ഒക്കെ കണ്ട് നല്ല ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. എന്താ സിറിയൽ അവസ്ഥ? അവിടെ കുട്ടികൾക്ക് ചിരിക്കാൻ സമയമുണ്ടോ? പെണ്ണുങ്ങൾ
ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ വല്ല ഫത്വയും കിട്ടുമെന്ന് ഉലമാക്കളെ വിളിച്ച് ചോദിക്കുകയാണ്. കുട്ടികളെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നിഷ്കരണമായി കൊല്ലുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് കൊല്ലാൻ അനുവാദം തന്നുകൂടെ ഉലമാക്കളെ എന്ന് ചോദിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ പേടിക്കുകയും ഈ ഫിത്ന നിറഞ്ഞ ലോകത്ത് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നതാണ്, അത് നഷ്ടപ്പെടാൻ പോലല്ല. നമുക്ക് എന്ത് നല്ലത് ചെയ്യാൻ സാധിക്കും അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ആഖിർ സമാനാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഇത് സബ്റിന്റെ കാലാണ്. ഏറ്റവും കൂടുതൽ ക്ഷമയും അവധാനതയും അതുപോലെ തന്നെ സൗമ്യതയും ഒക്കെ വേണ്ട ഒരു സന്ദർഭമാണിത്. എടുത്തുചാട്ടം ഇവിടെ പാടില്ലാത്തതാണ്. അവധാനത കൂടാതെയുള്ള പ്രതികരണങ്ങൾ ഇവിടെ അപകടം ചെയ്യും. അങ്ങേയറ്റത്തെ ക്ഷമയും നമുക്ക് ആവശ്യമാണ്. അള്ളാഹുവിനോട് അങ്ങേയറ്റം ദുആ ചെയ്യണം. ദുആക്ക് വലിയ ഫലങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഈ ഇസ്ലാമിക പ്രബോധന രംഗത്തുള്ള പലരെയും ഇല്ലാതെയാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഇതിലൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അവന്റെ കാവലിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വേണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. آمين برحمتك يا ارحم الراحمين.